നമസ്കാരം. റോമിംഗ് റെക്കോർഡ്സ് എന്ന ഈ വീഡിയോ സീരീസിലേക്ക് സ്വാഗതം. ഇക്കഴിഞ്ഞ ജൂലൈയിൽ ചൈനയിൽ ജോലി ചെയ്യുന്ന സുഹൃത്ത് ബിക്കിയോടൊപ്പം കുറച്ച് ദിവസം ആ രാജ്യത്തിൻ്റെ ചില ഭാഗങ്ങൾ ചുറ്റിക്കാണാൻ സാധിച്ചിരുന്നു. ബിക്കി കാണിച്ചു തന്ന ചില സ്ഥലങ്ങളും കാഴ്ചകളുമാണ് റോമിംഗ് റെക്കോർഡ്സിലെ ആദ്യ എപ്പിസോഡ്. ആദ്യത്തെ വീഡിയോ തുടങ്ങുന്നത് ഷാങ്ഹായിൽ നിന്നാണ്. ചൈനയിലെ ഏറ്റവും വലിയ നഗരമായ ഷാങ്ഹായുടെ പോസ്റ്റർ ഫ്രെയിമായ ഈ സ്കൈലൈനുകളുടെ ദൃശ്യം പകർത്തിയത് എതിർവശത്തുള്ള ബണ്ട് എന്നു പേരുള്ള ഒരു നദീമുഖത്ത് നിന്നാണ്. നമ്മുടെ നാട്ടിലെ നെൽകൃഷിയുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന ബണ്ടിനോടുള്ള സാമ്യത്തെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു. രണ്ട് പേരുകളുടെയും ഉത്ഭവം ഒരേ ഇടത്തു നിന്ന് തന്നെയാണ്. അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് പിന്നീട് പറയാം. കാരണം ഈ വീഡിയോ ഷാങ്ഹായിയെക്കുറിച്ചല്ല. ഷാങ്ഹായിൽ നിന്ന് 1-2 മണിക്കൂർ കൊണ്ട് തന്നെ എത്തിപ്പെടാവുന്ന വൂജൻ എന്നു പേരുള്ള ഒരു പൗരാണികമായ ജലനഗരമുണ്ട് എന്നും വൂജനിലെ കാഴ്ചകളും ചില പ്രത്യേകതകളും കണ്ട് മനസ്സിലാക്കി 2 ദിവസത്തിനുള്ളിൽ ഷാങ്ഹായിലേക്ക് തന്നെ തിരിച്ചു വരാമെന്നുമാണ് ബിക്കി പറയുന്നത്. നല്ല രീതിയിൽ റെയിൽ കണക്ടിവിറ്റിയുള്ള വൂജനിലേക്ക് ഹൈസ്പീഡ് ട്രെയിനിൽ പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. ഷാങ്ഹായിലെ ഹോങ്ചിയോ ഇന്റർനാഷണൽ എയർപോർട്ടിനോട് തൊട്ടു ചേർന്ന് തന്നെയാണ് ഹൈസ്പീഡ് ട്രെയിനുകൾ മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്ന ഹോങ്ചിയോ ട്രെയിൻ സ്റ്റേഷനും ഉള്ളത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ് ഷാങ്ഹായ് ഹോങ്ചിയോ ട്രെയിൻ സ്റ്റേഷൻ. 1,40,00,000 ചതുരശ്ര അടി വിസ്താരത്തിൽ 4 നിലകളിലായി പ്രവർത്തിക്കുന്ന ഈ ട്രെയിൻ സ്റ്റേഷൻ സൗകര്യങ്ങളുടെ കാര്യത്തിൽ ലോകത്തിലെ ഏത് എയർപോർട്ടിനോടും കിടപിടിക്കുന്ന ഒന്നാണ്. ഓരോ ദിവസവും 4 ലക്ഷത്തോളം യാത്രക്കാരാണ് ഇവിടെ വന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ എയർപോർട്ട്, മെട്രോ, ബസ്, ടാക്സി എന്നിങ്ങനെ മറ്റെല്ലാ പൊതുഗതാഗത സംവിധാനങ്ങളെയും നേരിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ട്രാൻസ്പോർട്ടേഷൻ ഹബ്ബ് കൂടിയാണ് ഈ സ്റ്റേഷൻ. 30 വീതം ചെക്ക് ഇൻ ഗേറ്റുകളും പ്ലാറ്റ്ഫോമുകളും ഈ സ്റ്റേഷനിലുണ്ട്. യാത്രക്ക് 15 മിനിറ്റ് മുമ്പ് മാത്രം തുറക്കുന്ന ഈ ഗേറ്റുകളിൽ ഫേസ് ഡിറ്റക്ഷൻ പോലുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രവേശനം നിയന്ത്രിക്കുന്നു. വിദേശികൾക്ക് സുരക്ഷാ കാരണങ്ങളാൽ പാസ്പോർട്ട് കൂടി സ്കാൻ ചെയ്യേണ്ടതുണ്ട്. ഇതാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്ന ട്രെയിൻ. ചെറിയ ദൂരമേ ഉള്ളുവെങ്കിലും പോകുന്ന വഴിക്ക് ഹുവാങ്പു, യാങ്സി എന്നീ വലിയ നദികൾ കാണാൻ സാധിക്കും. വൂജൻ എത്തുന്നത് വരെയുള്ള ട്രാവൽ മാപ്പ് ഇങ്ങനെയാണ്. ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ടോങ്ഷാങ് എന്ന സ്റ്റേഷനിലെത്തും. അവിടെ നിന്ന് വൂജനിലേക്ക് 1/2 മണിക്കൂർ ടാക്സിയിൽ പോകണം. ചൈനയിലെത്തിയ ശേഷം എന്നെ ഏറ്റവും അധികം വിസ്മയിപ്പിച്ച കാര്യങ്ങളിലൊന്ന് ഈ ഹൈസ്പീഡ് ട്രെയിനുകളായിരുന്നു. അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിലും അതിൻ്റെ പരിപാലനത്തിലും ചൈന കാണിക്കുന്ന ദീർഘവീക്ഷണവും ശ്രദ്ധയും നമ്മെ അത്ഭുതപ്പെടുത്തും. ചൈന ലോകത്തിലെ ഒരു സൂപ്പർ പവർ ആയതിൻ്റെ കാരണങ്ങളിലൊന്ന് ഇതുതന്നെയായിരിക്കും. ഗൂഗിൾ മാപ്പിൻ്റെ ചൈനീസ് അവരനായ ബൈഡുവിൽ കുറേ നേരം പരതിയിട്ടും ഡ്രൈവർക്ക് ഞങ്ങൾക്ക് പോവേണ്ട ഹോം സ്റ്റേയുടെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അവസാനം ഹോം സ്റ്റേയുടെ ഉടമസ്ഥയെ തന്നെ വിളിക്കേണ്ടി വന്നു. പോവേണ്ട വഴി പിടികിട്ടിയതോടെ ഫാങ് എന്ന ഞങ്ങളുടെ ഡ്രൈവർ ഒന്ന് ശാന്തനായി. 我姓黄，姓黄，黄颜色的黄，黄奕，诚意的义，毅力的义，黄奕，那个不认识。你多大？我54了。我再来一次。ബിക്കിക്ക് ചൈനീസ് ഭാഷയായ മാൻഡറിൻ അറിയാവുന്നതുകൊണ്ട് ഫാങ് ടിക്ടോക്കിൽ മാത്രം കണ്ടിട്ടുള്ള ഇന്ത്യയെക്കുറിച്ച് ബിക്കിയിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ അറിയാനുള്ള ശ്രമത്തിലാണ്.
年14岁了，印度的也厉害的，个子1.9米，2米有啊，没有85 അങ്ങനെ വൂജനിലെത്തി. വീട്ടുടമസ്ഥ ലീ വഴിയിൽ തന്നെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. വൂജനിന്റെ തെക്ക് ഭാഗത്തുള്ള ഗ്രാമമായ നാൻജയിൽ കനാൽ തീരത്തുള്ള തൻ്റെ പഴയ കുടുംബ വീടാണ് ലീ ഹോം സ്റ്റേ ആക്കി മാറ്റിയത്. ഞങ്ങൾ ട്രെയിൻ ഇറങ്ങിയ ടൗണായ ടോങ്ഷാങ്ങിലെ ഒരു യൂണിവേഴ്സിറ്റിയിലാണ് ലീ ജോലി ചെയ്യുന്നത്. ഞങ്ങളെ സെറ്റിലാക്കി പ്രോപ്പർട്ടി ഉപയോഗിക്കാനുള്ള പാസ്വേഡുകളൊക്കെ തന്ന ശേഷം ലീ തൻ്റെ ടൗണിലെ വീട്ടിലേക്ക് തന്നെ മടങ്ങി. നമ്മുടെ ആലപ്പുഴയെ പോലെ തന്നെ കിഴക്കിൻ്റെ വെനീസ് എന്ന് അവകാശപ്പെടുന്ന നിരവധി വാട്ടർ ടൗണുകളുണ്ട് ലോകത്തിൽ. അതിൽ ചൈനയിലെ പ്രധാനിയായ വൂജൻ, തെക്കൻ ചൈനയിലെ ചീജിയാങ് പ്രവിശ്യയിൽ ഡോങ്ജ, നാൻജ, ഷീജ, ബെയ്ജ എന്നിങ്ങനെ 4 ദിക്കുകളിലായി കനാലുകളാൽ വേർതിരിക്കപ്പെട്ട പുരാതനമായ ഒരു ജലനഗരമാണ്. ചരിത്രപ്രസിദ്ധമായ ഗ്രാൻഡ് കനാലിലേക്ക് വന്നു ചേരുന്ന ഒരു കൈവഴിയായ ഡോങ്ഷി എന്ന നദിയാണ് കുരിശാകൃതിയിൽ പരന്നൊഴുകി വൂജനെ പൊതിയുന്നത്. കല്ലും മരവും തറയോടുകളും കരിങ്കൽപ്പാളികളും സമന്വയിക്കുന്ന ചൈനീസ് വാസ്തുവിദ്യാ വിസ്മയങ്ങളാണ് ഇവിടെയുള്ള ഓരോ തെരുവിലെയും വീടുകളും, എന്തിനേറെ കൽപ്പാലങ്ങൾ പോലും. ഗ്രാൻഡ് കനാലിൻ്റെ ഭാഗമെന്ന നിലയിൽ വൂജനും യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളുടെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. നശിച്ചു പോകുമായിരുന്ന ഒരു പൈതൃക നഗരം സമാനതകളില്ലാത്ത ഒരു പുനർനിർമ്മാണ പ്രക്രിയയിലൂടെ വീണ്ടെടുത്ത കാരണമായിരുന്നു ഈ നേട്ടം കൈവരിക്കാനായത്. വൂജൻ എന്ന ജലനഗരത്തിൻ്റെ രേഖപ്പെടുത്തിയ ചരിത്രത്തിന് 1300 വർഷമാണ് പഴക്കമെങ്കിലും ഇവിടെ രൂപപ്പെട്ടു വന്ന നാഗരികതയ്ക്ക് ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത കനാലായ ഗ്രാൻഡ് കനാലിൻ്റെ തന്നെ പ്രായമുണ്ട്. അതായത് 7000 വർഷത്തെ ജീവിത പഴക്കം. പല നൂറ്റാണ്ടുകളിലായി സോങ്, മിങ്, ചിങ് എന്നീ സാമ്രാജ്യങ്ങളുടെ പടയോട്ടം കണ്ട ഈ കനാൽ തീരത്ത് മീൻ പിടിച്ചും നെൽകൃഷി ചെയ്തും പട്ടുനൂൽ പുഴുക്കളെ വളർത്തിയും ഈ നാഗരികത ഇന്നും പുലർന്നു പോരുന്നു. ഉച്ചഭക്ഷണത്തിനായി ഇടവേളയെടുത്ത കർഷകരുടെ വീട്ടിലേക്കാണ് ഞങ്ങൾ കയറി ചെന്നത്. ചൈന കാണാൻ വേണ്ടി ഇന്ത്യയിൽ നിന്ന് വന്നതാണെന്ന് പറഞ്ഞ് പിക്കി എന്നെ അവർക്ക് പരിചയപ്പെടുത്തി. അവർ ജീവിതത്തിൽ ആദ്യമായാണ് ഇന്ത്യക്കാരെ കാണുന്നത്. യിന്ദു എന്നാണ് ഇന്ത്യയുടെ ചൈനീസ് പേര്. വീട്ടിലെ ബാക്കി അംഗങ്ങളെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ചെറുപ്പക്കാരൊക്കെ വലിയ നഗരങ്ങളിൽ ജോലിക്ക് പോയിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. മിക്കവാറും ചൈനീസ് ഗ്രാമങ്ങളിൽ ഇപ്പോൾ പ്രായമായവർ മാത്രമേ കാണൂ എന്ന അവസ്ഥയായിട്ടുണ്ട് എന്നാണ് ബിക്കി പറയുന്നത്. ഞങ്ങളിപ്പോൾ നാൻജിയുടെ ഒരറ്റത്താണ്. ഞങ്ങൾ ഈ നടന്നു കാണുന്ന ഗ്രാമത്തിൻ്റെ ഈ ഭാഗം സത്യത്തിൽ വൂജൻ്റെ ടൂറിസം ഭൂപടത്തിൽ ഇല്ലാത്തതാണ്. ഇവിടെ കുറച്ച് കർഷകരുടെ വീടുകളും മരപ്പണിശാലകളും മാത്രമാണുള്ളത്. ആൻഷ്യൻ വാട്ടർ ടൗണിൻ്റെ കാഴ്ചകൾ കാണണമെങ്കിൽ ഇനി ഇവിടെ നിന്ന് തിരിച്ചു നടക്കണം. നേരത്തെ പറഞ്ഞ പുനർനിർമ്മാണ പ്രക്രിയ വൂജൻ മോഡൽ എന്നാണ് അറിയപ്പെടുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ടൂറിസം പദ്ധതികളിൽ ഒന്നാണ് വൂജൻ മാതൃക എന്ന് മനസ്സിലായത് ഇവിടെ എത്തിയ ശേഷമാണ്. വൂജൻ മോഡൽ എന്താണെന്ന് കണ്ടു മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് വാട്ടർ ടൗണിൻ്റെ തെക്ക് ഭാഗത്തുള്ള ഡോങ്ജയിലേക്ക് പോകണം. ഇതാണ് ഡോങ്ജ. 2004 വൂജനെ ആൻഷ്യൻ വാട്ടർ ടൗൺ എന്ന പേരിട്ട് ലോകത്തിന് മുന്നിൽ ചൈന പുതിയ രൂപത്തിൽ അവതരിപ്പിക്കുമ്പോൾ ഇവിടെയുള്ള പൈതൃക നിർമ്മിതികളും കനാലുകളുമായിരുന്നു പ്രധാന ആകർഷണം. കരിങ്കൽപ്പാളികൾ പതിപ്പിച്ച നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തെരുവുകളും മേൽക്കൂരയിൽ കറുത്ത നിറമുള്ള ഊടുകൾ പാകിയ കനാൽ കരയിലെ വെളുത്ത വീടുകളും നമ്മെ ചൈനീസ് ഇങ്ക് വാഷ് പെയിന്റിങ്ങുകളെ ഓർമ്മിപ്പിക്കും. വൂജനിലെ ഒരു സിഗ്നേച്ചർ ഡിഷാണിത്. ആവിയിൽ വേവിച്ചെടുത്ത മീനും ഉരുളക്കിഴങ്ങും. മീൻ നമ്മുടെ കാളാഞ്ചിയുടെ ബന്ധുവാണ്. വെളുത്തുള്ളിയും ഇഞ്ചിയും മുളകും ചേർത്ത് വേവിച്ച മീനിലേക്ക് തിളച്ച എണ്ണയും സോയാ സോസും ഒഴിച്ചാണ് കഴിക്കാൻ തന്നത്. സാൻബായ് വൈനറി വൂജനിലെ വെളുത്ത അരിയിൽ നിന്ന് വാറ്റിയെടുത്ത് ചീനഭരണികളിൽ സൂക്ഷിക്കുന്ന വീഞ്ഞ് വളരെ പ്രസിദ്ധമാണ്.
പാരമ്പര്യ വേഷങ്ങൾ അണിഞ്ഞ് ഫോട്ടോഷൂട്ടിന് വരുന്നവരുടെ ഇഷ്ട ലൊക്കേഷനാണ് 250 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ഈ വൈനറി. ചിങ് സാമ്രാജ്യം ഭരിച്ചിരുന്ന 14-ാം നൂറ്റാണ്ട് തൊട്ടേയുള്ള വീഞ്ഞുൽപാദന രീതികൾ പിന്തുടരുന്ന ഈ വൈനറി ഇപ്പോൾ ഒരു പൈതൃകോൽപ്പന്നം എന്ന രീതിയിൽ ചൈന മുഴുവൻ അറിയപ്പെടുന്നുണ്ട്. ഒരു വിന്റേജ് വൈൻ ബ്രാൻഡ് അതിൻ്റെ ലെഗസി തിരിച്ചു പിടിക്കുന്നതും അതുവഴി ടൂറിസ്റ്റുകൾ ഈ ഗ്രാമത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നതും ഊജൻ മോഡലിൻ്റെ ആസൂത്രണ മികവ് കൂടിയാണ്. പുരാതന നഗരങ്ങളുടെ സംരക്ഷണത്തിനും വികസനത്തിനും വേണ്ടി ആധുനിക മാനേജ്മെന്റ് സങ്കേതങ്ങളുടെ സഹായത്തോടെ ചൈനീസ് ഗവൺമെന്റ് നടപ്പിലാക്കിയ പദ്ധതിയാണ് ആദ്യം പരീക്ഷിച്ച ഊജൻ വാട്ടർ ടൗണിന്റെ പേരിൽ ഊജൻ മോഡലായി അറിയപ്പെടുന്നത്. ഇതിനൊരു പിന്നാമ്പുറ കഥ കൂടിയുണ്ട്. 1999-ലുണ്ടായ വലിയൊരു തീപിടുത്തം ഊജനെ നാശത്തിന്റെ വക്കിലെത്തിച്ചിരുന്നു. അന്ന് ടോങ്ഷാങ് നഗരത്തിൽ ടൗൺ പ്ലാനറായി ജോലി നോക്കിയിരുന്ന ഊജനിൽ നിന്നു തന്നെയുള്ള ചെൻ എന്ന യുവാവ് തൻ്റെ ഗ്രാമത്തെ പുനർനിർമ്മിക്കാൻ വേണ്ടി ഗവൺമെന്റിന് മുന്നിൽ ഒരു പദ്ധതി സമർപ്പിച്ചു. ചെന്നിനെ തന്നെ തലവനാക്കിയ ഊജൻ പ്രോജക്റ്റിൽ 4 വർഷം കൊണ്ട് ഊജനിലെ പഴയ നിർമ്മിതികളെല്ലാം പുതുക്കി പണിയുകയും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ പഴമ തോന്നിപ്പിക്കുന്ന പുതിയ നിർമ്മിതികൾ അവിടെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു. ടൈം ട്രാവൽ സിനിമകളിലേതെന്ന പോലെ ഊജൻ സാമ്രാജ്യങ്ങളുടെ കാലത്തേക്ക് തന്നെ തിരിച്ചുപോയി. ഇന്ന് 10 മില്യൺ സഞ്ചാരികളാണ് ഓരോ വർഷവും ഊജൻ സന്ദർശിക്കാൻ വേണ്ടി എത്തുന്നത്. ഡോങ്ജയിലെ ഗ്രാമചത്വരം, പുരാതനമായ താവോ ക്ഷേത്രവും അതിനഭിമുഖമായി ഒരു നാടകശാലയുമാണ് ഇവിടെയുള്ളത്. 275 വർഷം പഴക്കമുള്ള ഈ നാടകശാലയിൽ ഇപ്പോഴും സാധാരണക്കാരുടെ ഓപ്പറയായ ഹോഗു ദിവസേന അവതരിപ്പിക്കുന്നുണ്ട്. ജപ്പാന്റെ അധിനിവേശ സമയത്ത് ജനങ്ങളെ അണിനിരത്താൻ ഉപയോഗിച്ച വേദി എന്ന നിലക്കുള്ള ചരിത്ര പ്രാധാന്യം കൂടി ഈ ഓപ്പറ ഹൗസിനുണ്ട്. നിർഭാഗ്യവശാൽ ഞങ്ങൾ പോയ സമയം ഹോഗു ഓപ്പറ ഹൗസ് അടച്ചിരുന്നു. ഞങ്ങൾ കുറച്ച് ഫോട്ടോകൾ എടുത്ത് മടക്കി. ചൈനയിൽ ഇപ്പോൾ വേനൽക്കാലമാണ്. കനാൽ കരകളിലൂടെ വെയിലത്ത് നടന്ന് ഞങ്ങൾ ക്ഷീണിച്ചു പോയിരുന്നു. ഡോങ്ജയിൽ നിന്ന് പുറത്തു കടന്ന് റോഡിലെത്തി. ഇനി പോകേണ്ടത് ഊജന്റെ കിഴക്ക് ഭാഗത്തുള്ള ഷീജയിലേക്കാണ്. സന്ധ്യയായി കഴിഞ്ഞു. ചീവീടുകളുടെ കരച്ചിലിനോടൊപ്പം കേൾക്കുന്ന പക്ഷികളുടെ കലമ്പൽ ഈ മേപ്പിൾ മരത്തിൽ നിന്നാണോ എന്നറിയാൻ മുകളിലേക്ക് നോക്കിയപ്പോഴാണ് വിക്കി ആരോട് സംസാരിക്കുന്ന ശബ്ദം കേട്ടത്. 15 യുവാൻ എന്ന ചാർജ് പറഞ്ഞുറപ്പിച്ച് ലിസ് ഞങ്ങളെ കൊണ്ടുപോകുന്നത് ഊജന്റെ ആധുനിക മുഖമായ ഷീജയിലേക്കാണ്. വേൾഡ് ഇന്റർനെറ്റ് കോൺഫറൻസിന്റെ സ്ഥിരം വേദിയും ലോകത്തിലെ ഏറ്റവും മികച്ച തിയേറ്റർ കോംപ്ലക്സുകളിലൊന്നായ ഊജൻ ഗ്രാൻഡ് തിയേറ്ററും ഇവിടെയാണുള്ളത്. വ്യക്തമായ മുന്നൊരുക്കങ്ങളോടുകൂടിയാണ് ഊജനെ ഒരു സ്മാർട്ട് ടൗൺ കൂടിയാക്കി ചൈന മാറ്റിയെടുത്തത്. 1999-ൽ വാട്ടർ ടൗൺ പുനർനിർമ്മാണ പദ്ധതി ആരംഭിച്ച അതേ സമയത്ത് തന്നെ ഊജനിൽ ചൈനയിലെ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർമാരായ ബൈഡുവിന് പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാനുള്ള അനുമതി നൽകിയിരുന്നു. 10 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഊജൻ മുഴുവൻ സൗജന്യമായി അതിവേഗ ഇന്റർനെറ്റും ലഭ്യമായിരുന്നു. കട്ടിംഗ് എഡ്ജ് ടെക്നോളജിയുടെ വക്താക്കളായ ചൈന ഇത്തരം സാങ്കേതിക വിദ്യകൾ ആസ്പദമാക്കിയുള്ള 1000-ലധികം സ്ഥാപനങ്ങളാണ് ഈ ആൻഷ്യൻ ടൗണിൽ മാത്രം തുടങ്ങിയത്. പാരമ്പര്യവും ആധുനികതയും സമന്വയിപ്പിച്ച ഒരു വികസന പദ്ധതിയിലൂടെ തങ്ങളുടെ രാഷ്ട്രീയ ഇച്ഛാശക്തി കൂടിയാണ് ചൈന മറ്റുള്ള രാജ്യങ്ങളെ കാണിച്ചു കൊടുത്തത്. ഹെറിറ്റേജ് ടൂറിസത്തിന്റെ സാധ്യതകൾക്കപ്പുറത്തുള്ള ഒരു ഭാവിയാണ് അന്താരാഷ്ട്ര ഉച്ചകോടിയുടെ സ്ഥിരം വേദി എന്ന നിലക്കും ലോകത്തിലെ ഏറ്റവും മികച്ച തിയേറ്റർ കോംപ്ലക്സുകളിൽ ഒന്ന് ഉണ്ടാക്കിയെടുത്തതിലൂടെയും ഊജൻ ലക്ഷ്യമിട്ടത്. അത് വിജയിച്ചിട്ടുണ്ട് എന്നതിൽ സംശയമില്ല. പൈതൃക യാത്രകൾ ആളുകൾക്ക് മടുത്താലും ഈ 2 കാര്യങ്ങൾ ഊജനെ മുന്നോട്ട് കൊണ്ടുപോകും. ഊജൻ മോഡലിന്റെ ബുദ്ധികേന്ദ്രമായ ചെൻ ഷാങ്ഹോങ് ആണ് ഊജൻ തിയേറ്ററിന്റെയും തലവൻ. ഈ വിജയകഥകൾക്കൊക്കെ ഒരു മറുവശം കൂടിയുണ്ട് എന്നുള്ളത് പറയാതെ വയ്യ. ടൂറിസം പ്രോജക്റ്റിനു വേണ്ടി ഊജനിൽ വലിയ തോതിലുള്ള കുടിയൊഴിപ്പിക്കൽ നടന്നിട്ടുണ്ട്. ഞങ്ങളെ ഇങ്ങോട്ട് സൈക്കിൾ റിക്ഷയിൽ കൊണ്ടുവന്ന ലിസിനെ വരെ കുടിയൊഴിപ്പിക്കൽ ബാധിച്ചിട്ടുണ്ടായിരിക്കണം. ടൂറിസം പദ്ധതിക്ക് വേണ്ടി പാർപ്പിടങ്ങളും തൊഴിലും ഉപേക്ഷിക്കാൻ നിർബന്ധിതരായവരെ ചൈനീസ് സർക്കാർ പുനരധിവസിപ്പിച്ചത് നല്ല തുക നഷ്ടപരിഹാരം നൽകിയും സർക്കാർ നിയന്ത്രണത്തിലുള്ള ഊജൻ ടൂറിസം കമ്പനിയിൽ ജോലി നൽകിയുമാണ്. വാട്ടർ ടൗണിലെ ടൂറിസം വരുമാനത്തിന്റെ 60% ലഭിക്കുന്നത് ഊജൻ ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ന ഈ കമ്പനിക്കാണ്. 2 ഘട്ടങ്ങളിലായി നടപ്പിലാക്കിയ ടൂറിസം പ്രോജക്റ്റിൽ ഡോങ്ജയിൽ ഗ്രാമവാസികളെ കുടിയൊഴിപ്പിക്കാതെ തന്നെ പുനർനിർമ്മാണം പൂർത്തിയാക്കിയെങ്കിൽ പൂർണ്ണമായും കച്ചവടവൽക്കരിക്കപ്പെട്ട ഷീജയിൽ 800 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നു. 2ഇടത്തും നമ്മൾ കയറുന്ന കടകളിലെ ഓരോ ഉടമസ്ഥനും കമ്പനിയുടെ ജോലിക്കാരാണ്. കമ്പനി അവർക്ക് ശമ്പളത്തിന് പുറമെ കച്ചവടത്തിന്റെ ലാഭവിഹിതം കൂടി നൽകും.
പുതിയ കടകളോ റെസ്റ്റോറൻറ്റുകളോ ഇനി ഊജനിൽ അനുവദിക്കില്ല. റെസ്റ്റോറൻറ്റുകളുടെ മെനു തൊട്ട് വില വരെ കമ്പനിയാണ് നിശ്ചയിക്കുക. ചൈനയിൽ ഇതിനകം തന്നെ നടന്നുകഴിഞ്ഞ വ്യാവസായികവൽക്കരണത്തിൻ്റെയും നഗരവൽക്കരണത്തിൻ്റെയും വേഗവും മാറ്റവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരാണിത്. തങ്ങളുടെ ജീവിതവേഗം 1-2 ദിവസത്തേക്കെങ്കിലും സാവധാനമാക്കാൻ വേണ്ടിയാവണം കൂട്ടം കൂട്ടമായി അവർ ഇത്തരം ഗ്രാമങ്ങളിലേക്ക് വരുന്നത്. ഇന്ന് ശനിയാഴ്ചയാണ്. കനാൽക്കരയിൽ രാത്രി ജീവിതം ഇതിനകം തന്നെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. സന്തോഷത്തോടെ ജീവിതം ആസ്വദിക്കുന്നവരെ കാണുന്നത് നമുക്കും സന്തോഷമുണ്ടാക്കും. ഞങ്ങൾക്കിനി തിരിച്ചു നടക്കണം. വിക്കിയുടെ ഷെഡ്യൂൾ പ്രകാരം ഗ്രാമം ഉണർന്ന് ചന്തയിലേക്ക് എത്തുന്നത് കാണാൻ പോകണമെങ്കിൽ നാളെ രാവിലെ 5 മണിക്ക് തന്നെ ഉണരണം. ആ കാഴ്ചകളുമായി അടുത്ത തവണ കാണാം.